നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താണ് മോനെ, എന്താ നിനക്ക് പറ്റിയത്? ഓഫീസിൽ നിന്ന് പണം മോഷ്ടിച്ചതിന്റെ പേരില് എല്ലാവരും കൂടി അഞ്ജലി എടുത്ത് എന്തിനെ കുറ്റപ്പെടുത്തുന്നേ? കുറ്റപ്പെടുത്താതെ പിന്നെ 1-2 രൂപയല്ലോ, 25 ലക്ഷം രൂപയാ മോഷണം പോയത്. ആ പണം ഓഫീസിൽ നിന്ന് മോഷ്ടിച്ചത് ഏടത്തിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവൾ ഓഫീസിൽ കയറി അലമാരയിൽ നിന്ന് മോഷ്ടിച്ചു എന്നല്ല പറയുന്നത്. പിന്നെ അവൾ പാവം വിക്കിയെ പറഞ്ഞ് മയക്കി അവനെ കൊണ്ട് കമ്പനിയിലെ പണം അവളുടെ കടം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുകയല്ലേ ചെയ്തത്. എന്നാ കേട്ടോ അമ്മേ, ഈ കേട്ടോ ഒന്നും അല്ല സത്യം. ഈ മോഷണ കേസില് സത്യത്തിൽ അഞ്ജലി എടുത്ത് നിരപരാധിയാ. നീ എന്തൊക്കെയാ മോനെ പറയുന്നത്? സത്യത്തില് ആ പണം മോഷ്ടിച്ചതും വേറെ ആരും അല്ലമ്മേ, ഈ ഞാനാ. കഴിഞ്ഞ ദിവസം വിക്കേട്ടൻ എന്നെ കാണാൻ ഓഫീസിൽ വന്നിരുന്നു. എന്നിട്ട് ഇനി എന്ത് ചെയ്യും മോനെ? ഞാൻ ഈ സത്യങ്ങളൊക്കെ വലിച്ചനോട് തുറന്നു പറയാൻ പോവാണമ്മേ. നിരപരാധിയായി എടുത്തെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ കൂട്ടു നിൽക്കില്ലമ്മേ. ഇതിന്റെ പേരിൽ വല്ലിച്ചൻ എന്ത് ശിക്ഷ തന്നാലും അതെല്ലാം ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. വിക്കി എന്തിനാ മോനെ നിന്നെ ഇങ്ങനൊരു കെണിയിൽ കുടുക്കിയത്? എനിക്കറിയില്ല അമ്മേ. ഏട്ടൻ ചിലപ്പോ ഏടത്തിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. പക്ഷെ അഞ്ജലി ഏടത്തി മനസ്സ വാച കർമ്മണ ഈ കേസിൽ കുറ്റക്കാരി അല്ല. ഇനിയും വൈകിയ ഇത് വലിയ പ്രശ്നമാവും അമ്മേ. ഞാൻ ഇപ്പൊ തന്നെ വല്യച്ഛനെ കണ്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ പോവാ. മാധവ് മോനെ, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. തൽക്കാലം ഈ സത്യങ്ങളൊന്നും നീ ആരോടും പറയാൻ പോകുന്നില്ല. ഏട്ടത്തി നിരപരാധിയായി ഏട്ടത്തി എല്ലാവരും കൂടി. എന്റെ നിരപരാധിത്വം അറിയാവുന്ന ഒരാളെങ്കിലും ഈ ലോകത്തുണ്ടല്ലോ, എനിക്കത് മതി. ഈ വീട്ടിലുള്ളവർ മുഴുവൻ എന്നെ അപരാധിയായി കണ്ടാലും ഈ ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തിയാലും എനിക്കൊരു കുഴപ്പമില്ല. ഓഫീസിൽ വെച്ച് നീയാണിത് ചെയ്തെന്നുള്ള കാര്യം ഇപ്പം നമുക്ക് 3 പേർക്കും വിക്കിക്കും മാത്രമേ ഉള്ളൂ. നീയായിട്ട് ഇനി ഇത് ആരോടും പറയാൻ പോണ്ട. ഒന്നും പറയണ്ട മോനെ, നീ ഇത് ആരോടും പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. ഇതിന് പിന്നിൽ നടന്ന കള്ളക്കളി എന്താണെന്ന് ഞാൻ പുറത്തു കൊണ്ടുവരും. അന്ന് എന്റെയും നിന്റെയും നിരപരാധിത്വം എല്ലാവർക്കും മനസ്സിലാവും. അതുവരെ ഈ രഹസ്യം നമ്മളിൽ തന്നെ ഒതുങ്ങട്ടെ. അഞ്ജലി, അഞ്ജലി നിക്ക്. നിനക്കെതിരെയുള്ള കേസുമായിട്ട് മുന്നോട്ട് പൊയ്ക്കോളാൻ നീ ഏട്ടനോട് പറഞ്ഞതിന്റെ അർത്ഥം എനിക്കിപ്പോഴാ മനസ്സിലായത്. നീ നിരപരാധിയാണെന്ന് മാധവൻ ആണയിട്ട് പറയുന്നുണ്ട്. പക്ഷേ നീ ആവശ്യപ്പെടാതെ വിക്കി നിനക്ക് വേണ്ടി മാധവനോട് പണം ചോദിക്കും. പോലീസ് കേസൊക്കെ വരുമ്പോ ഓഫീസ് അക്കൗണ്ടിൽ നിന്ന് പണം മോഷ്ടിച്ച എന്റെ മോൻ മാത്രമായിരിക്കും പ്രതി. അവനെ അതിന് പ്രേരിപ്പിച്ച വിക്കിയോ, വിക്കിയെ പണത്തിനു വേണ്ടി നിർബന്ധിച്ച നീയോ ഒരിക്കലും പ്രതിയാവില്ല. കുറ്റം മുഴുവൻ എന്റെ മോന്റെ തലയിൽ തന്നെയായിരിക്കും. എന്റെ മോനെതിരെ അങ്ങനെ ഒരു പോലീസ് കേസ് വന്നാ ഏട്ടൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ നിനക്ക്? അമേരിക്കയിലെ പഠിത്തം കഴിഞ്ഞു വന്ന അവന് ആറ്റുനോറ്റ് കിട്ടിയ ഒരു ജോലിയാണ് ഏട്ടന്റെ കമ്പനിയിലേത്. ഈ മോഷണക്കുറ്റം അവന്റെ തലയിൽ വന്നാൽ ഏട്ടൻ അവനെ കമ്പനി വെച്ച് പൊറപ്പിക്കോ? ജലജാന്റി, ആന്റി വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. സത്യം എന്താണെങ്കിലും അത് തുറന്നു പറയാൻ നീ തയ്യാറാവണോ അഞ്ജലി? അല്ലാതെ വാലും തലയും പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. ജഗന്നാഥന് 25 ലക്ഷം രൂപ കൊടുക്കാനുള്ള നീയാണ്. അതിന്റെ പേരിൽ അയാൾ ഈ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ പിന്നെ ആ കടം തീർക്കാൻ വേണ്ടി നീ ഉറപ്പായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. അതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നതോ എന്റെ മകൻ. ഞാനിപ്പോ
എന്ത് പറഞ്ഞാലും ആന്റിയുടെ തലയിൽ കയറില്ല. കുറച്ചു കാലം കഴിയുമ്പോ ആന്റിക്ക് എല്ലാം മനസ്സിലാവും. ആ അപ്പോഴേക്കും പോലീസ് അന്വേഷണം കേസും ഒക്കെ ആയി എന്റെ മോന്റെ ജീവിതം തകർന്നിട്ടുണ്ടാവില്ലേ? ആന്റി ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. മാധവല്ല ഈ കേസിലെ യഥാർത്ഥ പ്രതി. കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ അങ്കിളിനോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇല്ലാതാക്കേണ്ടത് അവരുടെ ആവശ്യമായിട്ട് വരും. അവര് തന്നെ എങ്ങനെയെങ്കിലും കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കും. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, എന്റെ മോൻ മാധവ് അവൻ നിരപരാധിയാണ്. ഇതിന്റെ പേരിൽ ആ പാവത്തിന്റെ ജീവിതം തകരരുത്. ശരി സാർ, ഇനിമേലിൽ ശ്രദ്ധിച്ചോളാം സാർ. ഇനി ഇങ്ങനൊരു മിസ്റ്റേക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല സാർ. ഓക്കെ സാർ, താങ്ക് യു. അഞ്ജലിയെ കുരുക്കാൻ വേണ്ടി നീ ഒരു ട്രാപ്പ് ഉണ്ടാക്കിയപ്പോ അതിന്റെ വരും വരായെ കുറിച്ച് ചിന്തിച്ചില്ല. രാജ്മോഹൻ ഒരു കാരണവശാലും ഈ കേസുമായി മുന്നോട്ട് പോകരുത്. എത്രയും പെട്ടെന്ന് നീ അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. കേസുമായി മുന്നോട്ട് പോകരുതെന്ന് ഞാൻ അയാളോട് പറഞ്ഞാൽ എനിക്ക് കൂടി ആ മോഷണത്തിൽ പങ്കുണ്ടെന്ന് അയാൾ സംശയിക്കില്ലേ? അയാൾക്ക് നീ മകനാണ്. ഒരു മകനെന്ന നിലയിൽ നീ അയാളെ ഇമോഷണലായി സമീപിക്കണം. കരഞ്ഞ് കാലു പിടിക്കണം. അയാളുടെ ഹൃദയം നിന്റെ മുമ്പിൽ അലിയണം. എന്ത് വില കൊടുത്തും രാജ്മോഹനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചേ പറ്റൂ. ഹലോ, എന്തായി മോളെ അവിടുത്തെ കാര്യങ്ങള്? ആ അങ്കിൾ, എനിക്കെതിരെ മോഷണക്കുറ്റത്തിന് പോലീസിൽ പരാതി കൊടുക്കാൻ പോവാ. മോളെ, അത് പ്രശ്നമാവില്ലേ? നിന്നെ അവര് പിടിച്ചോണ്ട് പോവില്ലേ? അങ്കിൾ അങ്ങനെ ഒരു കേസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് മുത്തശ്ശി. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു കേസ് വന്നാ പോലീസ് ശാസ്ത്രീയമായി അന്വേഷിക്കും. ഈ മോഷണ കേസിൽ അവന്റെ പങ്ക് വ്യക്തമാവുകയും ചെയ്യും. ഇതവൻ എന്തോ അബദ്ധം പറ്റിയതായിട്ടാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിൽ നിന്ന് അവൻ നിസ്സാരമായിട്ട് ഊരിപ്പോരും. അത് നീ ശ്രദ്ധിക്കണം മോളെ. ഇനി മേലിലും ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കാതെ നീ നോക്കണം. ശരി മുത്തശ്ശി. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ചന്ദ്രേട്ടാ. എന്തുപറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഞാൻ പറയാൻ പോകുന്നത് കേട്ട് ഏട്ടൻ വിഷമിക്കരുത്. നീ പറ. കമ്പനിയിൽ നിന്ന് 25 ലക്ഷം മോഷണം പോയതിൽ നമ്മുടെ മോനും പങ്കുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നേ? മാധവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ തന്നെയാ ഞാനും വിശ്വസിക്കുന്നത്. പക്ഷെ മാധവ് എന്നോടെല്ലാം തുറന്നു പറഞ്ഞു. സത്യത്തില് ആ പണം മോഷ്ടിച്ചത് വേറെ ആരും അല്ലമ്മേ, ഈ ഞാനാ. ഓ, എന്നാലും അവൻ ഇങ്ങനെ ഒരു മണ്ടത്തിൽ എന്തിനാ കാണിച്ചേ? നമ്മുടെ മോൻ പാവോ ചന്ദ്രേട്ടാ. അവനെല്ലാവരും കൂടി ഈ ചതിക്കുഴിയിൽ ചാടിച്ചതാ. അഞ്ജലിയെ അവൻ അന്ധമായി വിശ്വസിച്ചു. അവൾക്ക് കാശിനൊരു അത്യാവശ്യം വന്നപ്പോ നമ്മുടെ മോന്റെ മനസ്സലിഞ്ഞു കാണും. ഇനി ഞാൻ കമ്പനി അക്കൗണ്ടിൽ നിന്നാണ് എടുത്തു കൊടുക്കേണ്ടേ? അവൻ അത്രയ്ക്ക് ബുദ്ധിയില്ലേ?
പക്ഷെ ചന്ദ്രേട്ട, ഈ കേസിൽ അഞ്ജലി നിരപരാധിയാണെന്നാണ് അവൻ പറയുന്നത്. മോഷണം നടത്തിയ നമ്മുടെ മോനാണെങ്കിലും ആ പണം അഞ്ജലിയുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ ഉപയോഗിച്ചത്. പിന്നെ എങ്ങനെ അവള് നിരപരാധിയാവുന്നേ? ആ പണവുമായിട്ട് അഞ്ജലിയോടൊപ്പം ജഗന്നാഥനെ കാണാൻ പോയ വിക്കിയും കുറ്റക്കാരനാ.